മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശം വാനോളമുയർത്തി ഏറെക്കാലത്തെ സ്വപ്ന സാക്ഷാത്കാരം ഈ മാസം 25-ന് യാഥാർത്ഥ്യമാവുകയാണ്. പാർട്ടിയുടെ സ്ഥാപക നേതാവ് കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നാമോദയത്തിലാണ് പാർട്ടിയുടെ ദേശീയ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഡൽഹിയിൽ എത്തേണ്ട ആളുകളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ഇതിൽ പങ്കെടുക്കേണ്ടുന്ന പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് പാർട്ടിയുടെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ. ഈ മാസം 25-ന് ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കായിദെ മില്ലത്തിൻ്റെ നാമധേയത്തിലുള്ള കായിദെ മില്ലത്ത് സെൻറ്റർ. അതിനോടനുബന്ധിച്ച് ഡൽഹിയിൽ വലിയ മുസ്ലിം ലീഗിൻ്റെ പൊതുസമ്മേളനം നടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ദേശീയ കൗൺസിലർമാരും അതുപോലെ തന്നെ അതിലുൾപ്പെടാത്ത സംസ്ഥാന ഭാരവാഹികളുണ്ടെങ്കിൽ അവരും, അതുകൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന മറ്റ് പാർട്ടി പ്രവർത്തകർക്കുമാണ് അവിടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സംവിധാനമൊരുക്കുന്നത്. വളരെ വിപുലമായ രീതിയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ഡൽഹിയിൽ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മഹാനായ കായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് 948 മാർച്ച് 10 രൂപീകൃതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ നാളിതുവരെയുള്ള പ്രയാണത്തിലെ ഏറ്റവും ചരിത്ര മുഹൂർത്തമാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ ആശ്രയിക്കാവുന്ന രീതിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആസ്ഥാനം വളരെ വിപുലമായ തോതിൽ കേരളത്തിൽ ഒരാപ്പിലൂടെ ലഭ്യമായ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം അവിടെ സ്ഥാപിതമാക്കുന്നത്. അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 25-ാം തീയതി നടക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന മുഴുവൻ ആളുകളും അങ്ങോട്ട് പ്രവഹിക്കുകയാണ്. അതിൽ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും വിവിധ ജില്ലാ നിയോജകമണ്ഡലം നേതാക്കളും വിവിധ പോഷക ഘടകങ്ങളുടെ നേതാക്കളുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായി ഈ മാസം 15-ന് ദേശീയ കൗൺസിൽ ചെന്നൈയിൽ ചേരുകയാണ്. പുതിയ ദേശീയ കൗൺസിൽ നിലവിൽ വരുന്നത് ഈ മാസം 15-നാണ്. അതിൻ്റെ ആദ്യ യോഗമാണ് ചെന്നൈയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ സന്തോഷകരമാകുന്ന ഒരു സുദിനം, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവലാതികളും വേവലാതികളും ഒക്കെ പറയാൻ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരാസ്ഥാനം എന്ന രീതിയിൽ തന്നെയാണ് അതിനെ പാർട്ടി വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കൾ പ്രിയപ്പെട്ട ഖാദർ മൊയ്തീൻ സാഹിബും പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും പ്രിയപ്പെട്ട MP PV അബ്ദുൽ വഹാബ് സാഹിബും അതുപോലെ തന്നെ സമദാനി സാഹിബ്, ഹാരിസ് ബീരാൻ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും ഒക്കെ നേതാക്കൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ലിങ്ക് ലഭ്യമാണ് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ച് പാർട്ടിയുടെ എല്ലാ തലത്തിലുള്ള സോഷ്യൽ മീഡിയ
വിങ്ങുകളിലും അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. ആ ലിങ്കിൽ നമ്മൾ കയറി നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് വരെ അത് ചോദിക്കുന്നുണ്ട്. പഞ്ചായത്തടക്കം അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ദിവസം എന്നാണ് എന്ന് ചോദ്യമുണ്ട്. നിങ്ങൾക്ക് താമസം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന ഡേറ്റ് കൂടി അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നവരുടെ കണക്കിനനുസരിച്ച് അത് ആ രീതിയിൽ സംവിധാനം ചെയ്യുകയും നിങ്ങളെ ഇമെയിൽ ID-യിലൂടെ നിങ്ങൾ നേരിട്ട് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ ആ ആപ്പിൻ്റെ ആ ലിങ്കിൽ കയറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ വലിയ ഒരു ചരിത്ര സംഭവമാകാൻ പോകുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുക.